സൃഷ്ടികളിൽ ഏറ്റവും മഹോന്നതരായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനക്കങ്ങളും അടക്കങ്ങളും എല്ലാ വിഷയങ്ങളും ഒപ്പിയെടുത്ത സഹാബെ കിറാം നമുക്ക് എല്ലാ വിഷയങ്ങളും പകർന്നു തന്നിട്ടുണ്ട്. അവിടുത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, നിർബന്ധമാണ് നമുക്ക് ഓരോരുത്തർക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ സ്നേഹിക്കണമെങ്കിൽ അവിടുത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും അറിയുകയും ചെയ്യേണ്ടതുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം നന്നായി വിയർക്കുന്ന ശരീരമായിരുന്നു. അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖത്ത് വിയർപ്പ് പൊടിയുന്ന സമയത്ത് അവ മുത്തുമണികളെ പോലെ കാണാൻ കഴിയും. വഹി അവതരിക്കുന്ന സമയത്ത് തണുപ്പ് സമയമാണെങ്കിൽ പോലും ആ വഹയിന്റെ കാഠിന്യം കാരണം അവിടുത്തെ ശറഫാക്കപ്പെട്ട നെറ്റിത്തടം വിയർക്കാറുണ്ടായിരുന്നു. ആ കണങ്ങൾ ഞാവൽപ്പഴം പോലെ നെറ്റിയിൽ കൂട്ടം കൂടിയിരിക്കുന്നത് മുന്നിലുള്ള സഹാബികൾക്ക് കാണാൻ കഴിയുമായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി അവതരണത്തിലാണെന്നത് ആ വിയർപ്പ് കണ്ടാൽ തന്നെ സഹാബെ കിറാമിന് മനസ്സിലാകുമായിരുന്നു. ആ വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം മുഴുക്കെ സുഗന്ധമാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിയർപ്പിനും കസ്തൂരിയുടെ ഗന്ധമായിരുന്നു. അവിടുത്തെ വിയർപ്പിന് സുഗന്ധദ്രവ്യമായി ഉപയോഗിക്കുന്ന പതിവ് സഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും മഹത്വമറിയുന്നവർക്കല്ലേ അതിന്റെ വില അറിയാൻ കഴിയുകയുള്ളൂ. അവിടുത്തെ വിയർപ്പിന് സുഗന്ധദ്രവ്യമായി സഹാബികൾ സർവ്വസാധാരണമായി ഉപയോഗിച്ചിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു ദിവസം ഉച്ചയുറക്കത്തിലായിരുന്ന സമയം ഈന്തപ്പന മടൽ കൊണ്ട് മെടഞ്ഞ വിരിപ്പിലാണ് ബീവി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിരിച്ചു കൊടുത്തത്. ഉറക്കത്തിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ധാരാളം വിയർപ്പ് പൊടിയാറുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിരിപ്പിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട വിയർപ്പൊപ്പിയെടുത്ത് ഒരു കുപ്പിയിലാക്കി ശേഖരിച്ചു സുഗന്ധദ്രവ്യത്തോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുകയും ചെയ്തു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് വരുന്ന ആ വിയർപ്പ് കണങ്ങൾക്ക് പോലും എത്ര മഹത്തരമാണ്, അവരെത്ര മഹോന്നതമായാണ് അതിനെയൊക്കെ നോക്കിക്കണ്ടത്. പ്രകാശം പോലെ, വെളിച്ചം പോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഞ്ചരിച്ച വഴിയിലൊക്കെയും സുഗന്ധം അടിച്ചു വീശാറുണ്ടായിരുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും വഴിയിലൂടെ കടന്നുപോയിട്ടുണ്ടോ എന്നറിയാൻ അവിടുത്തെ സുഗന്ധം കൊണ്ട് തിരിച്ചറിയാനാകുമായിരുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെങ്കിലും മുസാഫഹത്ത് ചെയ്താൽ അവരുടെ കൈകളിലേക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും നല്ല സുഗന്ധദ്രവ്യം പകർന്നു കിട്ടിയിട്ടുണ്ടാകും. ആ കൈകളിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. ഒരു കുട്ടിയുടെ തലയിൽ കൈവച്ച് തലോടിയപ്പോൾ കുട്ടികൾക്കിടയിൽ ആ തല മാത്രം സുഗന്ധമുള്ളതായി മാറിയത് സഹാബെ കിറാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല സുഗന്ധം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെയേറെ ഇഷ്ടവും മോശമായ വാസനയോട് വെറുപ്പുമാണ് ഉണ്ടായിരുന്നത്. സുഗന്ധദ്രവ്യങ്ങൾ ആരെങ്കിലും സമ്മാനിച്ചാൽ അവിടുന്ന് നിരസിക്കാറില്ല. തലയിലും താടിയിലും സുഗന്ധം ഉപയോഗിക്കാറുണ്ടായിരുന്നു. ദുനിയാവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സുഗന്ധവും നിസ്കാരവുമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഭാര്യമാരോടൊപ്പം ഉറങ്ങാൻ കിടക്കുമ്പോൾ വസ്ത്രത്തിൽ സുഗന്ധം പുരട്ടുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓരം പറ്റി ജീവിച്ച സഹാബെ കിറാം അവിടുത്തെ വല്ലാതെ അനുഭവിച്ചു, അവിടുത്തെ കണ്ടു, അവിടുത്തെ അനുകരിച്ചു. അവിടുത്തോടൊപ്പം ചേർന്ന സഹാബെ കിറാം എത്ര ഭാഗ്യവാന്മാരാണ്. സുഗന്ധദ്രവ്യങ്ങളൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല സുഗന്ധമുള്ള വ്യക്തിയായിരുന്നു ഉത്ബത്ത് ബിൻ ഫർഖദ് സൽമി റളിയല്ലാഹു അൻഹു. മഹാനവറുകളോട് അതിന്റെ കാരണം തിരക്കിയവരോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ രോഗബാധിതനായിരിക്കെ രോഗമുക്തിക്ക് വേണ്ടി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ശരീരത്തിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് തടവിത്തന്നു. അതോടുകൂടി എന്റെ അസുഖം മാറി. അന്നു മുതൽ എന്റെ ശരീരത്തിന് അനുഭവം പെടാൻ തുടങ്ങിയ സുഗന്ധമാണിത്. നോക്കൂ കൂട്ടരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ആ സഹാബിയുടെ കരങ്ങളിൽ ശരീരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട സുഗന്ധം എത്ര മനോഹരമാണ്. ഒരു സഹാബി തന്റെ മകൾ വിവാഹം ചെയ്തയക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചു. അവർക്ക് കല്യാണ സമ്മാനമായി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് കൊടുത്തത് സ്വന്തം വിയർപ്പ് ശേഖരിച്ച ഒരു കുപ്പിയാണ്. കസ്തൂരിയ വെല്ലുന്ന ഗന്ധമായിരുന്നു അതിന്. ആ വീട്ടുകാർ അത് ഉപയോഗിച്ചാൽ മദീന മുഴുവൻ അതിന്റെ സുഗന്ധം പരക്കുമായിരുന്നു. ബൈത്തുൽ മുത്തയ്യിബീൻ, സുഗന്ധക്കാരുടെ വീട് എന്ന് മദീനക്കാർ ആ വീട്ടുകാർക്ക് പേരും വെച്ചു. പിന്നീട് ആ കുടുംബം അറിയപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. അത്രത്തോളം സുഗന്ധം പരക്കുന്ന ശരീരവും ശറഫാക്കപ്പെട്ട ശരീരവും ശറഫാക്കപ്പെട്ട വിയർപ്പിന്റെയും ഉടമയായിരുന്നു ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വിശുദ്ധരായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മുടെ മോശപ്പെട്ട കൽബിലേക്ക് ഇരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ കൽബും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമെല്ലാം അഴുക്കുകളിൽ നിന്ന്, മ്ലേച്ഛതയിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് വിശുദ്ധമാക്കി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ, അവിടെ നിന്ന് നോക്കാൻ പറ്റിയ ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയത്തെ നമ്മൾ മാറ്റണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഗന്ധത്തെക്കുറിച്ച്, അവിടുത്തെ വിശുദ്ധിയെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം. നമ്മുടെ ജീവിതം പ്രശോഭിതമാക്കാൻ, സുഗന്ധപൂരിതമാക്കാൻ ഏറ്റവും നല്ല സുഗന്ധത്തിന്റെ ഉടമയായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ നമ്മളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കലല്ലാതെ മറ്റൊരു ഉപാധിയും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട്
അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും മഹത്തരമായ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഏറ്റവും സുഗന്ധത്തിന്റെ ഉടമയായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുനിയാവിലും അതിലുപരി ആഖിറത്തിലും ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മുടെ ഈ സംസാരങ്ങളും നമ്മുടെ ഈ കേൾവിയും നമ്മുടെ ഈ സമയം ചെലവഴിക്കലെല്ലാം അതിനുപകരിക്കുന്നതാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ.